കൊല്ലം സ്വദേശി ആനന്ദ് സുജിത്തും ഭാര്യയും മരിച്ചത് വെടിയേറ്റാണ്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് പിസ്റ്റൾ കണ്ടെത്തി. ഇവരുടെ മക്കൾ കിടപ്പുമുറിയിലും മരിച്ച നിലയിൽ. വളരെയധികം ദുഃഖകരമായ വാർത്ത. അമേരിക്കയിലാണ്, കാലിഫോർണിയയിലാണ്, മലയാളികളാണ്, എസ്പെഷ്യലി കൊല്ലംകാരാണ്. 2 പിഞ്ചു കുട്ടികളടക്കം, ഇരട്ടകളായ 2 പിഞ്ചു കുട്ടികളടക്കം ഏറ്റവും നല്ല രീതിയിൽ വെൽ സെറ്റിൽഡായിട്ട് അമേരിക്കയിൽ താമസമാക്കിയ ഏതാണ്ട് 20 വർഷങ്ങളും ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഫാമിലി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. വെടിവെച്ചാണ് കൊന്നത്. ഭാര്യയെ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം ഭർത്താവ് സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുമ്പ് 2 കുട്ടികൾക്കും വിഷം നൽകി കൊല്ലുന്നു. വളരെ ദുഃഖകരമായ വാർത്ത. ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് നിന്ന് ആരും വന്ന് കൊല്ലാനുള്ള ചാൻസ് ഇല്ല. കൊലപാതകം നടത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മളൊന്ന് ആഴത്തി പഠിക്കണം. പഴയ കാലത്തൊന്നും ഇത്തരം സാഹചര്യങ്ങളില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയധികം വിദ്യാസമ്പന്നരായ ആൾക്കാർക്കിടയിലും ഈ രീതിയിലുള്ള കുടുംബത്തിലെ മക്കളെ അടക്കം കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നത്. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്? കൊന്നുകളയാൻ വേണ്ടിയാണോ? ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ ഇത്രത്തോളം പ്രാർത്ഥനകൾ നടത്തി എത്രത്തോളം വർഷങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അതിനിടയിൽ ദൈവം തന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന എന്തിൻ്റെ പേരിലാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക? ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന ദുരൂഹ സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ പ്രത്യേകിച്ച് ഒരു ദുരൂഹ സാഹചര്യം ഇല്ല. ഇവിടെ എൻ്റെ അസംഷൻ ശരിയാണെങ്കിൽ ഇവിടെ ഈ ഭാര്യയ്ക്കുണ്ടായ ഒരു അവിഹിതം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന വില്ലൻ. സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഇത് കേസ് തെളിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബ വഴക്കിൻ്റെ പേരിൽ, അസ്വാരസ്യങ്ങളുടെ പേരിൽ ഒരിക്കലും പെട്ടെന്നൊരാൾ കയറി പിള്ളേരെയും ഭാര്യയും കൊന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവാം, വഴക്കുകളൊക്കെ ഉണ്ടാവാം, സ്വരച്ചേർച്ച ഉണ്ടാവില്ല, 2 പേരും 2 ക്യാരക്ടറൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഇവർ ഡിവോഴ്സിന് അപേക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഒരുപക്ഷെ ഈ ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ മറ്റൊരു ബന്ധത്തെപ്പറ്റി അറിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. അത്തരം ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഭാര്യയും മക്കളെയും കൊല്ലാനുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഭാര്യയെ കാണുമ്പോൾ നല്ലൊരു പെൺകുട്ടി, നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്ന നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ നല്ലൊരു കുട്ടി, നല്ല കുട്ടികൾ. എന്നാൽ ഭർത്താവ് അത്രത്തോളം ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സംശയരോഗി ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പൊതുവേ പണ്ടത്തെ കാലം തൊട്ട് ഇപ്പോഴത്തെ കാലവും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഒരു മനോഭാവം, പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ഇൻട്രോവേർട്ടായിട്ടിരിക്കുകയും വലിയ രീതിയിൽ പെൺകുട്ടികളുമായിട്ടൊന്നും ഇടപഴകാത്ത ഒരു പ്രകൃതക്കാരനായ ഒരാൾ പിൽക്കാലത്ത് അയാളുടെ ഒരു മനോഭാവം കുറച്ചധികം സാമ്പത്തികമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ ഒരു പുള്ളിയുടെ ഒരു മിനിമം ഡിമാൻഡ് നല്ലൊരു സുന്ദരിയായ നല്ലൊരു അടിപൊളി പെൺകുട്ടിയെ കെട്ടുക, അവളെ ജീവിതസഖിയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു വലിയ ആഗ്രഹം. ആ ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ സ്റ്റാറ്റസും സാമ്പത്തികമായുള്ള ഉയർച്ചയും കൊണ്ട് തീർച്ചയായും അത്തരം ഒരാൾക്ക് ഇതുപോലൊരു പെൺകുട്ടിയെ ഒരുപക്ഷെ അത്ര കണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് ചേരുന്നില്ലെങ്കിൽ പോലും കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വീട്ടുകാർ തയ്യാറാവും. മോസ്റ്റ് ഓഫ് ദം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വടക്ക് നോക്കിയ യന്ത്രത്തിലെ ശ്രീനിവാസിൻ്റെ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഭർത്താവ് സംശയാലുമാവും, ഏത് കാര്യത്തിലും സംശയാലുമാവും. അങ്ങനെ സംശയം കൂടി കൂടി വന്ന് വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയതിനു ശേഷം ഒരുപക്ഷെ ഈ ഒരു ഭാര്യ വേറൊരു ബന്ധത്തിൽ അകപ്പെട്ടു പോകുന്നു. ഏറ്റവും ഒടുവിൽ ഭർത്താവ് ഇത് തിരിച്ചറിയുന്നു, ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നൊരു കാര്യം, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ തങ്ങളെക്കാട്ടി കുറച്ച് താന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫിസിക്കലി ആണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും കുറച്ച് താന്ന് നിൽക്കുന്ന രീതിയിലുള്ള പെൺകുട്ടിയെ കെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ മനസ്സെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഈ ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കണം. പിന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഏതൊരു വ്യക്തിയും ചിന്തിക്കേണ്ടത്, തങ്ങൾ സൃഷ്ടിച്ച മക്കൾ, 4 വയസ്സുള്ള മക്കൾ 60, 70, 80 വയസ്സ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള മക്കളാണ്. നമ്മൾ ജനിപ്പിച്ചതിന് ശേഷം ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നത് എന്തുമാത്രം ക്രൂരതയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും കല്യാണം കഴിക്കാനിരിക്കുന്നവരും ചെറുപ്പക്കാരും ഒക്കെ ഇന്ന് അനലൈസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. വളരെ വിഷമകരമായ ഒരു ന്യൂസാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.